എല്ലാവർക്കും വീണ്ടും നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഈ പുറത്തുള്ള ഫാൻസ്, അതായത് നമ്മുടെ UK ഫാൻസ് ആണെങ്കിലും എപ്പോഴും നമ്മുടെ ക്ലബിന്റെ സപ്പോർട്ടേഴ്സ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി സ്വരൂപിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. കാരണം സ്വരൂപ് ഉറക്കമില്ലാണ്ട് രാവിലെ 3:30-4 ഇറങ്ങിയിട്ട് ജോലിക്ക് പോയി നേരെ തിരിച്ചു വന്ന് ഒരു 2 മിനിറ്റ് ഉറങ്ങിയിട്ട് തേടിയിട്ട് വന്നിരിക്കുന്നുണ്ട്. സ്വരൂപിനോട് ഇപ്പൊ എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എന്താണ് അവസ്ഥ. എന്താണ് അവസ്ഥ? എന്റെ അവസ്ഥയാണോ ലിവർപൂളിന്റെ അവസ്ഥയാണോ? രണ്ടും. തുടങ്ങാനുള്ള കാരണം എന്താ അറിയോ? അതായത് നമ്മുടെ എസ്പെഷ്യലി നോൺ ലിവർപൂളിൽ നിൽക്കാത്ത അല്ലെങ്കിൽ UK പുറത്തുള്ള ഫാൻസിന്റെ കമ്മിറ്റ്മെന്റ് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് ഇത്രയും ഉറക്കൊഴിഞ്ഞ് കളി കണ്ട്, അതും ഇമാതിരി കളി കണ്ട് അടുത്ത ദിവസം എണീറ്റ് പണിക്ക് പോയി 3:45 ഉറങ്ങി പണിക്ക് പോയി വീണ്ടും വന്ന് ആ കളിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോ സ്വരൂപിന്റെ കമ്മിറ്റ്മെന്റിന് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ പറയും. ഡ്രോ ആയി പറടാ, എന്താണ് അവസ്ഥ? കളിയുടെ ഇന്നർ ഡീറ്റെയിൽസ് ഒക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ 2-3 കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളൂ. കാര്യമായിട്ടൊന്നും എന്തിത് ഓർത്ത് വെക്കണേ? നല്ല കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ പോരെ, ബാക്കിയൊക്കെ ഇങ്ങനെ റേസ് ചെയ്തോളൂ. അതിന് മാത്രം ഓർത്തൊക്കെ മറ്റേ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇന്നലെ? ഒരു കാര്യമുണ്ട്. ഈ കൂട്ടത്തില് ഇതേവരെ നമ്മള് പോഡ്കാസ്റ്റ് തുടങ്ങി കഴിഞ്ഞിട്ട് ആയിക്കൂടി ഒറ്റ ഒരാളുടെ ഒരു പ്രൊഡിക്ഷന് കറക്റ്റ് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ ലിവർപൂൾ സണ്ടർലാൻഡ് മാച്ചിന്റെ പ്രൊഡിക്ഷൻ അത് കറക്റ്റ് ആയിട്ടോ പ്രാവശ്യം 1-1 ഞാൻ കറക്റ്റ് പ്രൊഡിക്ട് ചെയ്തിരുന്നു. അതായത് സുദീപിന്റെ പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് പേഴ്സണലി ഇന്നലെ കളി കഴിഞ്ഞ പാടെ നമ്മള് റിസൾട്ട്, ഐ വാസ് ഹാപ്പി വിത്ത് ദ റിസൾട്ട് ആക്ച്വലി. കാരണം സണ്ടർലാൻഡ് ആർസണലിന്റെ കൂടെ ആയിരുന്നു. എനിക്കൊന്ന് സിറ്റിനെ തോപ്പിച്ചു, ഇഫ് ഐ എം നോട്ട് റോങ്, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ചെൽസിനെ തോപ്പിച്ചു, ഓക്കെ. ആൻഡ് ദേ ആർ വെരി ഗുഡ് സൈഡ്. അപ്പം ഡ്രോ അറ്റ് ഹോം ആണെങ്കിൽ കൂടെ ഐ ഫെൽറ്റ് ഓക്കെ. നമ്മുടെ ഒരു ലോസ് റണ്ണിൽ നിന്നൊന്നും ജയിച്ചു, ഒരെണ്ണം ഡ്രോ. ആൻഡ് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദ ഫാക്ട് ദാറ്റ് നമ്മൾ ഒരു ഗോള് മേടിച്ച് തിരിച്ച് നമ്മൾ വന്നു. ആൻഡ് അവരുടെ ഗോൾ വാസ് എ ലക്കി ഗോൾ ആക്ച്വലി. അത് ലോങ് റേഞ്ച് കയറി ഡിഫ്ലക്ഷൻ വന്നു, കയറി പോയി. എനിക്ക് പേഴ്സണലി അത്ര നെഗറ്റീവ് ഫീലിംഗ് ഇല്ലായിരുന്നു കളി കഴിഞ്ഞപ്പോ. പക്ഷെ ആസ് യു നമ്മൾ ഡിസ്കസ് ചെയ്യാം നമുക്ക്. അതായത് ആ കിയേസ ആ സാധനം സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ടോട്ടലി മാറിയേനെ. കെർക്കേസ് ഒന്ന് വഴി മാറി കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ വേറെ രീതിയിലായി പോയേനെ. അപ്പോ ഓവറോൾ എന്റെ ഫീലിംഗ് ഇസ് നോട്ട്, എന്താ പറയാ, ഒരു ഡ്രോ ഒരു പണ്ട് ഒരു 2 points ഡ്രോപ്ഡ് എന്ന ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഐ കൈൻഡ് ഓഫ് ഫീൽ ലൈക്ക് ഇറ്റ്സ് എ 1 point gained. അത് ചിന്തിക്കേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ വി ആർ ഓൾറെഡി അറ്റ് ദ ബോട്ടം. ഐ മീൻ ഇനി അങ്ങോട്ട് താഴെ അതില്ല എന്നുള്ളത് കൊണ്ട് 1 point ഇസ് എ ഗുഡ് തിങ് എന്ന ഫീല് വരുന്നുണ്ട്. സണ്ടർലാൻഡ് ഇസ് നോട്ട് എ ബാഡ് ടീം. നമ്മൾ യൂഷ്വലി പറയാറെന്ന് വെച്ചാൽ ഈ റെലഗേഷൻ കഴിഞ്ഞ് പ്രൊമോട്ട് ആയ ടീമുകൾ, റെലഗേഷൻ അല്ല പ്രൊമോട്ട് ആയ ടീമുകൾ വി ഷുഡ് ബി ഡിഫീറ്റിംഗ് വിത്തൗട്ട് എനി ഹാസൽ. ആ ഒരു നോഷൻ ഉണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ വി ആർ ലിവർപൂൾ, വി ഹാവ് സ്പെൻഡ് $450 million. We should be comfortably beating them. Our stage in we have reached the very bottom stage. Drawing, this is a good result. What I'm saying is, given our circumstances, the way we've been playing, I think ഇപ്പം ഞാൻ പറയട്ടെ, my feeling would have been different if we had scored first and അവരൊരു 87th minute ഗോൾ അടിച്ചിട്ട് അത് ഡ്രോ ആയാൽ I would have felt worse. But what I'm saying is, നമ്മുടെ ഇത്രയും ഫ്രജൈൽ മെന്റാലിറ്റി വെച്ചിട്ട് അവർ ഗോൾ അടിച്ചു. Then we fought back. I saw, നമ്മൾ ഫസ്റ്റ് പോഡ്കാസ്റ്റിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ടീമിന് ഒരു പാഷൻ എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് they wanted to win. എന്താണ്, ഞാൻ സുദീപിനടുത്തേക്ക് പോയിട്ടേ ഇല്ല, സുദീപ് പറ. അതെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മള് ഇതിനു മുമ്പുള്ള മാച്ച് നമ്മൾ കളിച്ചത് ഇതുപോലെ ലോങ് ബോൾ അങ്ങനെയുള്ള ടീമിന്റെ അടുത്ത്
അതിന്റെ വലിയ എക്സ്പേർട്സ് ആയിട്ടാണ് സണ്ടർലാൻഡ് ആയിട്ടുള്ള മാച്ച്, അതും ഇതുപോലെയുള്ള വെസ്റ്റ് ഹാം കഴിഞ്ഞ് സണ്ടർലാൻഡ്. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് അപ്രോച്ചും ഒക്കെ കളിക്കുന്ന ടീമുകളുടെ അടുത്ത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഏർലി സീസൺ തുടങ്ങിയ സമയത്ത് നമ്മൾ തോറ്റ കളികളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മള് ഗോള് കൺസീഡ് ചെയ്ത് തന്നെ നേരത്തെ പറഞ്ഞു, ഒരു മിസ്റ്റേക്ക് എന്നാണ് അവര് ഗോള് എടുത്തത്. മിസ്റ്റേക്ക് പ്ലസ് ലക്കി ഡിഫ്ലക്ഷൻ, അങ്ങനെയുള്ള സിറ്റുവേഷൻ, അങ്ങനെ ഒരു ചാൻസ് ഇല്ലാത്ത നിന്നാണ് ഗോൾ വന്നത്. അല്ലാതെ നമ്മൾ അങ്ങനെ ഗോള് കൺസീഡ് ചെയ്തില്ല 2 മാച്ചില്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഇങ്ങനെയുള്ള പ്രീമിയർ ലീഗിൽ ഇങ്ങനെയുള്ള ഈ സ്റ്റൈലിൽ കളിക്കുന്ന ടീമുകളുടെ അടുത്ത് നമ്മൾ സോൾവ് ചെയ്ത് തുടങ്ങി ആ പ്രശ്നങ്ങൾ. അതിന്ന് നമ്മൾ 2 മാച്ച് അൺബീറ്റൺ ആയി. നമ്മൾ ആ തോറ്റുള്ള റണ്ണിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെയാണ് അൺബീറ്റൺ റൺസ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഈ റണ്ണിൽ ഞാൻ പറയുന്നത്, ഗിവൺ ആർ സർക്കംസ്റ്റാൻസസ് വിത്ത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ലാക്ക് ഓഫ് ഇത്, ഐ ഫെൽറ്റ് ദാറ്റ് there was players were playing for the team എന്നൊരു ഫീലിംഗ് വന്നു. അതോടൊപ്പം തന്നെ ഐ ഫൗണ്ട് ഫ്ലോറിയൻ വേർഡ്സ് സ്ലോലി ബെഡിങ് ഇൻ. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. പക്ഷെ ഹി വാസ് പ്ലേയിങ് ഇൻ ദ റോൾ ദാറ്റ് ഹി വാസ് കംഫർട്ടബിൾ. ഹി വാസ് ഇമ്പാക്ടിങ് ദ ഗെയിം മച്ച് മോർ. സ്വരൂപിനൊന്നും സ്വരൂപ് പറ. ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞേണ്ട കാര്യങ്ങൾ തന്നെ ഞാൻ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രിസ് ഉദ്ദേശിച്ചത് forgetting so many facts like നമ്മൾ ലാസ്റ്റ് സീസണിലെ ടൈറ്റിൽ വിന്നേഴ്സ് എന്നുള്ള കാര്യം മാറ്റിവെച്ച് നമ്മൾ പ്രീമിയർ ലീഗിൽ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ കളിച്ചേർന്നെന്നുള്ളതും മാറ്റിവെച്ചിട്ട് നമ്മൾ ലിവർപൂൾ ആണെന്നുള്ളതും മാറ്റിവെച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രോഗ്രസ് ആണ് ഇത്. കഴിഞ്ഞ ഒരു 4-5 ഞാൻ കൗണ്ടർ പറയാം. അതായത് ഒരു ടീം പൊസിഷൻ ഇല്ലായ്മ, പുതിയ പ്ലേയേഴ്സ് വന്നു, ഈ ഇത്രയും പ്രശ്നങ്ങൾ വന്നു, വാട്ട് എവർ ബി ദ ഇഷ്യൂസ്. നമ്മൾ 6 ഇപ്പം 14-11 തോറ്റില്ലേ, ആ ഇഷ്യൂസ് വെച്ചിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ലീഗ് വിന്നിംഗ് ഫോമിലേക്ക് വരും എന്നുള്ള ധാരണ എനിക്കില്ല. അപ്പൊ സ്വിച്ച് ഇട്ട പോലെ നാളെ ഇവരെല്ലാരും കൂടെ കഴിഞ്ഞ സീസൺ പോലെ ആവും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അത് വെച്ച് നോക്കുമ്പോൾ വി ഹാവ് ടു സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കം ടു, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഒരു ജാനുവരി ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ ഒരു ഫ്ലോയിൽ എത്തും എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് ഐ തോട്ട് ദാറ്റ് ഓക്കെ, സണ്ടർലൻഡ് അറ്റ് ഹോം വി കൈൻഡ് ഓഫ് ഷോഡ് സൈൻസ് ഓഫ് പാച്ചസ്. അതായത് 90 മിനിറ്റ്സിൽ ഒരു 15 മിനിറ്റ് അവിടെ, ഒരു 10 മിനിറ്റ് ഇവിടെ, 5 മിനിറ്റ് ഇവിടെ നന്നായി കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ ആ കാര്യം എന്നാ ഫാക്സിന്റെ കാര്യം വിടാം. അത് കഴിഞ്ഞിട്ടുള്ള പറയുകയാണെങ്കിൽ ഇപ്പോ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ മാച്ചിൽ ഒരു ബെറ്റർ പോസിറ്റീവായിട്ട് കണ്ടത് ഇസാക്കിനെ എങ്ങനെ കളിയിലേക്ക് കൊണ്ടുവന്നു, വിറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ വിറ്റ്സിന്റെ ഒക്കെ അത് സെയിം സംഭവം ഈ കളിയിലും കണ്ടിരുന്നു. ബട്ട് ഇസാക്കിനെ വീണ്ടും കാണാൻ്റെ ഇൻവോൾവ് ചെയ്യാൻ്റെ, കാരണം കഴിഞ്ഞ കളിയിൽ കണ്ട പോസിറ്റീവ് അടുത്ത കളിയിൽ അത് പോവുകയാണ്. അപ്പൊ നമുക്കൊരു പ്രോഗ്രസ് കാണാം. അതേപോലെ നിങ്ങൾ പറഞ്ഞു ലക്കി ഗോൾ എന്നൊക്കെ പറഞ്ഞു. ഈ സംഭവം ഈ മിസ്റ്റേക്ക് തന്നെയാണ് കഴിഞ്ഞ കളികളിലും കണ്ടേക്കണേ. അതിനൊന്നും ഒരു പ്രോഗ്രസ് ഇല്ല. അതേപോലെ ഫസ്റ്റ് കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെയാണ് എല്ലാ കളികളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരാതെ നമുക്ക് ഒരു മാച്ച് കണ്ടു കഴിഞ്ഞിട്ട് തൃപ്തി വരാൻ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബെറ്റർ ആയി എന്ന് തോന്നാൻ സാധ്യതയില്ല. അതാണ് എന്റെ കൺസേൺസ്. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ കുറെ പോഡ്കാസ്റ്റുകളായി പറയുന്നു പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ഡൗൺ ആണ്, കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ സംതിങ് മോർ സീരിയസ്, വലിയൊരു ഇഷ്യൂ എന്ന് ഞാൻ പറയുന്നില്ല സോ ഫാർ, ബട്ട് സംതിങ് വിച്ച് സ്ലൈറ്റ്ലി ഇറിറ്റേറ്റഡ് മീ വൈൽ വാച്ചിങ് ദ മാച്ച് എന്ന് വെച്ചാല്, പല സമയത്തും 2 പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നീയാണോ ഞാനാണോ ഈ സ്ഥലത്ത് നിൽക്കേണ്ടത്, നീയാണോ മുന്നോട്ട് പോകേണ്ടത്, ഞാനാണോ മുന്നോട്ട് പോകേണ്ടത് എന്ന് പോലും അറിയാണ്ട് നിൽക്കുന്ന ഒരു കുറെ സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. സോബോസ്ലായി ഉണ്ടായിരുന്നു ആദ്യം, സോബോസ്ലായും ജോ ഗോമസ്. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ദേ വർ ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ, ഇപ്പൊ നീയാണോ മുന്നോട്ട് പോകേണ്ടത്, ഞാനാണോ ബാക്കോട്ട് ഇറങ്ങേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ കേർട്ടിസ് ജോൺസ് വന്ന് ഫ്രീ കിക്ക്, ഷോർട്ട് ഫ്രീ കിക്ക് എടുക്കണോ ലോങ് ഫ്രീ കിക്ക് എടുക്കണോ എന്നുള്ളത് VVD ആയിട്ട് ഒരു ചർച്ച. അതും തൊട്ടടുത്ത് നിന്നിട്ട് സംസാരിക്കുന്നതല്ല, ദേ ആർ സ്റ്റാൻഡിങ് വേ അപ്പാർട്ട്. എന്നിട്ടാണ് ഈ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത്. സോ
there is something either manager പറയുന്നത് പ്ലേയേഴ്സിന് മനസ്സിലാവുന്നില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ players don't want to play it that way, അല്ലെങ്കിൽ they are not used to play it that way, could be anything, but there is something very bad happening. അതെന്താന്ന് വെച്ചാലേ ഈ പറഞ്ഞൊരു പ്രശ്നം ഉണ്ട്. ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു സിസ്റ്റത്തിൽ, സ്ഥല ഇല്ലാണ്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇപ്പോ ഫ്രീ ഫ്ലോ വിഡ്സ് ആണ്. വിഡ്സ് ഫ്രീ ഫ്ലോയിങ് ആണ് ഇപ്പോ. വിഡ്സ് ചില സമയത്ത് ഗാക്പോയിന്റെ പൊസിഷൻ എടുക്കണം ലെഫ്റ്റില്, ചില സമയത്ത് റൈറ്റ് സൈഡിൽ പോയി സ്ഥല നിൽക്കുന്ന പൊസിഷനിൽ കാണാം, ചില സമയത്ത് ബാക്കിലേക്ക് ഇറങ്ങി വരും. അപ്പൊ വിഡ്സിന് ഒരു ഫ്രീ റോള് പോലെയാണ് 4-2-2-2-ല് അറ്റാക്കിംഗ് 2-ല് അതില് ഒരു ഫ്രീ ആയിട്ട് കളിക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പോ ഇതൊരു പുതിയ അപ്രോച്ചാണ്, പുതിയ സിസ്റ്റം. നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ, ആദ്യം സീസൺ തുടങ്ങുന്ന കളികളിലൊന്നും ഇങ്ങനെയല്ല കണ്ടേക്കണേ. വിഡ്സിന്റെ അപ്പോ പരമാവധി വിഡ്സിന്റെ ക്ലോസ് കൺട്രോൾ അത് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മൂവ്മെന്റ്, ആ ലെഫ്റ്റിൽ നിന്നുള്ള മൂവ്മെന്റ് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പാസുകള് കണക്ട് ചെയ്യിക്കുന്നത്, അതുപോലെ ഓരോ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ കോമ്പിനേഷൻസ്, അതും കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വിഡ്സിന് എടുക്കുന്ന പൊസിഷൻ, ഏതൊക്കെ പൊസിഷനിലേക്ക് എപ്പോഴൊക്കെ സ്പേസിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ പ്ലേയേഴ്സ് മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഈ വേർഡ്സിൻ്റെതായിട്ടുള്ള ഇത് എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം, ഈ പുതിയൊരു സിസ്റ്റത്തിന്റെ അതിലെ. അത് പതുക്കെ ഇസാക്ക് ഒക്കെ വളരെ സിങ്കായി വരാൻ വലിയ താമസില്ല. മാത്രമല്ല എക്കിറ്റയ്ക്ക് ആ മാച്ച് ഫിറ്റ്നസ് വന്നു കഴിഞ്ഞാൽ ഇസാക്കും എക്കിറ്റയ്ക്കും കൂടി സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ബാക്കിൽ വേർഡ്സും കൂടി വന്നു കഴിയുമ്പോൾ ഇത് കുറേയും കൂടി വേർഡ്സിന് കുറച്ചും കൂടി പണി എളുപ്പമാവും. കാരണം എക്കിറ്റയ്ക്ക് കുറച്ചും കൂടി ഫിസിക്കൽ ഇത് ഉപയോഗിച്ച് നല്ലോണം നമ്മൾ സെന്ററിൽ നിന്ന് തന്നെ കയറി പോകണം. ഇതൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ഇവർക്ക് സ്വാപ്പ് ചെയ്തും ഒക്കെ സ്വിച്ച് ചെയ്തൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു കുറച്ചുകൂടി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ. വേർഡ്സിന്റെ ഫുൾ ഇത് നമുക്ക് പുറത്ത് കണ്ടു തുടങ്ങാൻ പറ്റും വലിയ താമസില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മള് കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, അതായത് നമുക്ക് ഇപ്പോഴും നമ്പർ 10 ഉപയോഗിക്കാൻ അറിയില്ല, നമ്പർ 9 ഉപയോഗിക്കാൻ അറിയില്ല. നമ്മൾ ഇപ്പോഴും ബൈ ഡിസൈൻ വൈഡ് പോവും, ഗാക്പോന്റെ അടുത്തേക്ക് പോവും. ഇപ്പുറത്ത് ഇപ്പം ആരുമില്ല, സോബേഴ്സിലേക്ക് കുറച്ച് ഡീപ്പറാ കളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വേർഡ്സിന്റെ പൊസിഷൻ വൈസ് വി ഹാവ് സംഹൗ ഫൗണ്ട് എ വേ ടു ഇൻക്ലൂഡ് ഹിം ഇൻ ദ ടീം നൗ, ഓർ പ്ലേ ബേസ്ഡ് ഓൺ ഹിസ് സ്ട്രെങ്ത്. ലാസ്റ്റ് 2 കളിയിൽ അതുപോലെ ഒരു സ്വിച്ച് ഇട്ട പോലെ നമ്മൾ ഈ പ്രോബ്ലം ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നു. അതായത് 1 ഗെയിം ഇറ്റ്സ് ഗോണ ക്ലിക്ക്, 1 ഗെയിം ക്ലിക്ക് ടു ഗിയർ. എനിക്കിപ്പോ ആ പ്രതീക്ഷ പോയി. ഐ തിങ്ക് ഇറ്റ് ഈസ് മച്ച് മോർ സ്ലോവർ പ്രോസസ്, മച്ച് മോർ difficult process mentally and emotionally and tactically. So സ്ലോട്ട് ശരിക്കും ഇപ്പൊ ചെയ്യുന്നത് പുതിയൊരു സിസ്റ്റം ഇട്ടു, ഇനി അതിനെ ട്വീക്ക് ചെയ്ത് കൊണ്ടുവരിക. സോ വേർഡ്സിനെ നമ്മൾ ഇതിനെ കൊണ്ടുവന്നു. ഇനി നമ്പർ 9, അത് എക്കിറ്റിക്ക് ആയിക്കോട്ടെ ഇസാക്ക് ആയിക്കോട്ടെ, അവരെ ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് വി വിൽ സ്കോർ ഗോൾസ് മച്ച് മോർ ഈസിയർ. കാരണം ഇസാക്കിന് ഇപ്പം കയ്യിൽ ബോളിനെ കിട്ടുന്നില്ല. ഇസാക്ക് ഡീപ്പ് വന്നിട്ടും കാര്യമില്ല, മറ്റേ ലാസ്റ്റ് വന്നിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. സോ ദാറ്റ് ഈസ് വൈ ഐ എം സേയിങ് ദാറ്റ് ബേസ്ഡ് ഓൺ സോ ഫാർ, നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മിഡ് സീസൺ റിവ്യൂ ആ പറയുന്നത്. ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് ഐ തിങ്ക് ദർ ഇസ് എ ടാക്ടിക്കൽ ചേഞ്ച്. ഒബ്വിയസ്ലി നമ്മുടെ സിസ്റ്റം മാറി, ആൻഡ് ഐ തിങ്ക് പ്ലേയേഴ്സ് ആർ ഗെറ്റിംഗ് യൂസ് ടു ദറ്റ് ന്യൂ സിസ്റ്റം. പിന്നെ സ്വരൂപ് പറഞ്ഞ പോയിന്റ് അഗ്രി ചെയ്യുന്നു, പണ്ടും ഇതേ മിസ്റ്റേക്സ് തന്നെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് 2 കളി വി ആർ നോട്ട് കൺസീഡിങ് ദാറ്റ് മെനി ചാൻസസ്. അത് ഗോമേസ് റൈറ്റ് ബാക്ക് വന്നുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ വാട്ട് വി ആർ പ്ലേയിങ് ഇസ് വി ആർ പ്ലേയിങ് എ ഫ്ലാറ്റ് മിഡ്ഫീൽഡ് ലൈൻ. മെക്കാലിസ്റ്റർ, ഗ്രാവൻബർച്ച്, സോബോസ്ലൈ, ഇറ്റ്സ് എ ഫ്ലാറ്റ് ലൈൻ. അതുകൊണ്ട് അവര് മൊത്തം കവർ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഇന്നത്തെ ഫസ്റ്റ് ഹാഫ് വി വർ വെരി കോഷ്യസ്. We were playing like an away team. നമ്മളിങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ഒരു ചാൻസ് കിട്ടിയാൽ ഗോളായി. സോ ഇൻ എ വേ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് വി ആർ റീഡിഫൈനിങ് അവർ സീസൺ വിത്ത് റിയലിസ്റ്റിക് ടാർഗറ്റ്സ് ബേസ്ഡ് ഓൺ വാട്ട് വി ആർ സോ ഫാർ. ഇപ്പത്തെ നമ്മളൊരു ഇത് വെച്ചിട്ട് വി ആർ 2 points ഓഫ് ടോപ്പ് 4. നമ്മൾ ഗോൾസ് കൺസിഡർ ചെയ്യാതെ മെല്ലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതായി എനിക്ക് തോന്നി. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. ഐ എം നോട്ട് സേയിങ് എവറിത്തിങ് ഇസ് ഹങ്കി ഡോറി. അതാണ് എന്റെ ഒരു അസംഷൻ. ക്രിസ് പറഞ്ഞ ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ ശരിയാണ്. പറഞ്ഞാൽ നമ്മള് ചാൻസ് കൺസീഡ് ചെയ്യല് കുറഞ്ഞിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. ഞാൻ അത് എഗ്രി ചെയ്യുന്നു, ശരിയാണ്. പക്ഷെ അതില്
നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്ത് നമ്മുടെ ഒരു ലോങ് റേഞ്ച് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചാൻസും ഇല്ലാണ്ട് ചുമ്മാ അടിക്കുന്ന സംഭവം ഉണ്ട്. ഈ കളിയിൽ തുടങ്ങിയത് ഒരു 58ാമത്തെ മിനിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേ പ്ലേയേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങി. അവിടെ അതാണ് പ്രശ്നം. അല്ലാണ്ട് നമ്മൾ അതുവരെ കളിച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇങ്ങട് ബോള് അവർക്ക് ചാൻസസ് അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു. ശരിയാണ്. ബട്ട് അത് ഈ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റാറില്ല. അതാണ് പ്രശ്നം. അതെ അതെ മൊത്തത്തില് ഡൗൺ. അതാണ് ഈ നമ്മുടെ മെയിൻ പ്രശ്നം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഈ ഒരു ഇതിലേക്ക് വന്ന് ഒരു കാര്യം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഒന്നുള്ളത് കൺസീഡ് ചെയ്യാത്തതിന്റെ, നമ്മൾ ഗോള് കൺസീഡ് ചെയ്യാണ്ടിരുന്ന ആ ഒരു 45 മിനിറ്റ്സ് പ്ലസ് അതിന് മുമ്പത്തെ മാച്ചിലെ 90 മിനിറ്റ്സ് അതില് സല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സല ഗ്രൗണ്ട് പിച്ചിലില്ലാത്ത സമയത്താണ് നമ്മള് ഗോൾ കൺസീഡ് ചെയ്തിരിക്കുന്നത് 0 കഴിഞ്ഞ 2 മാച്ചില്. സല വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബാലൻസ് ഒക്കെ അങ്ങോട്ട് പോയെന്നുള്ളൂ. നമ്മൾ ആ ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ നല്ല രസമായിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിച്ചു എന്ന് പറഞ്ഞു. ചില ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സല വന്നതിന് ശേഷം സല ഡ്രിബിൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റില്ല. ഫസ്റ്റ് ഡ്രിബിളിൽ തന്നെ അവര് ഫസ്റ്റ് തന്നെ കാല് വെച്ച് അത് തട്ടും. പിന്നെന്താ സല ചെയ്യണത്, ഒപ്പോണന്റിന്റെ മേത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കോർണർ കിട്ടുക. അതല്ലാതെ വേറെ സല ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചില കോമ്പിനേഷൻസ് നമ്മുടെ പണ്ട് കാണുന്ന സ്ഥലമൊന്നും അല്ല. അതേപോലെ തന്നെ വിവിഡിയുടെ മിസ്റ്റേക്സ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിവിഡി സലയും വിവിഡിയും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് നമുക്ക് പറയാൻ പറ്റില്ല, അവര് അബ്സല്യൂട്ട് ലെജൻസ് ആണ്. നമുക്ക് വേണ്ടി എല്ലാ ടൂർണമെന്റ്സും എല്ലാ ടൈറ്റിൽസും ജയിപ്പിച്ച ആൾക്കാരാണ്. പക്ഷെ എന്താ ഏജ് ഇസ് കാച്ചിങ് അപ്പ് വിത്ത് ദം. പ്രായം കാണിച്ചു തുടങ്ങി. അതില് നമുക്ക് അങ്ങനെ അവരെ ചീത്ത പറയോ കുറ്റം പറയോ അങ്ങനെയല്ല പറയണേ. പക്ഷെ നമ്മൾ റിയലിസ്റ്റിക്കലി അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നുള്ളത് മാത്രം, അത് നമ്മളെ കുറേശ്ശെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം പറയാണ്. അങ്ങനെയല്ല. ഇൻഡിവിജ്വലി പ്ലേയേഴ്സിനെ ശരിക്കും പ്രശംസിക്കാനും എനിക്ക് താല്പര്യമില്ല, കുറ്റം പറയാനും താല്പര്യം. കളക്ടീവ് ഗെയിമാണ്. പക്ഷെ നമ്മുടെ സീനിയർ ഗ്രൂപ്പ്, ഇപ്പം നമ്മൾ ലാസ്റ്റ് സീസണൊക്കെ മെക്കാലിസ്റ്റർ ലീഡർഷിപ്പ് ഗ്രൂപ്പിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. He's been poor consistently. Once in a while he's played well and we won those games. Appo McAllister is not performing. Gravy is also not doing well. നമ്മുടെ ടീമിൽ എനിക്ക് ഇപ്പം എഡ്വേർഡ്സിനും ഹ്യൂസിനെയും കാര്യം പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഡിഡ് വി പുട്ട് ടു മച്ച് ട്രസ്റ്റ് ഓൺ ദീസ് ഗൈസ് ആസ് അവർ കോർ? അതായത് ഇവന്മാർ റെഡിയാണ് ആസ് സീനിയേഴ്സ് എന്ന് നമ്മളത് എടുത്തതാണോ പ്രശ്നം? ബിക്കോസ് ആക്ച്വലി ദി ആർ വെരി യങ്. ഇപ്പം നമ്മൾ സീനിയർ എന്ന് പറയുന്ന ഗ്രാവൻബർച്ച് ആണെങ്കിൽ സോബോസിലേക്ക് 24, 25, 26. അപ്പോ വിവിഡിയും സലയും ആലിസണും മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾ ദീസ് 3 people are making mistakes now. ആലിസണും വാസ് നോട്ട് അറ്റ് ടോപ്പ് ഓഫ് ഹിസ് ഗെയിം യെസ്റ്റർഡേ. അപ്പോ നമ്മളിപ്പോ വേർഡ്സിനെയും ഇസാക്കിനെയും മെക്കിറ്റിക്കിനെയും കുറ്റം പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം നമ്മുടെ ഇപ്പോൾ ഉള്ള ബേസ്, എപ്പോഴും നമ്മൾ പറയുന്ന കോർ ഇസ് നോട്ട് പെർഫോമിംഗ് ടു ദിയർ ബെസ്റ്റ്. എന്താണ് ഓബിൻ എന്താ പറയുന്നത്? സോ കോർ ഇസ് നോട്ട് പെർഫോമിംഗ്. പ്ലേ മിസ്റ്റേക്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അടക്കം തന്നെ ഇവിടെ എല്ലാവരും പറയുന്നത് കൊനാട്ടെ മിസ്റ്റേക്ക് ഇസ് ബേസിക്കലി എവറി മാച്ച് അറ്റ്ലീസ്റ്റ് ഒന്നുണ്ടാവും. ഇന്നലെ ഉണ്ടായിരുന്നു ഒന്ന്. ലക്കിലി ഗോൾ ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ സംതിങ്. സോ പ്ലേയേഴ്സ് ആർ മേക്കിംഗ് മിസ്റ്റേക്സ്, നോട്ട് ഡിസഗ്രീയിങ് എനി ഓഫ് ദോസ്. Again, is it just players or is it the tactics? പല കളികളിലും അവരെ ഡിഫൻഡേഴ്സിന്റെ കാലിൽ ബോൾ കിട്ടുന്നു, they can run into our box completely, with nobody tackling, but അടുത്ത് പോലും ആളുണ്ടാവാണ്ട് വരെ they can come up to our box. അത് സണ്ടർലാൻഡ് ഗെയിമിൽ ഉണ്ടായിരുന്നു, അതിന്റെ മുന്നേയുള്ള തൊട്ട് മുന്നുള്ള ഗെയിമിലും അതിന് മുന്നുള്ള എല്ലാ ഗെയിമിലും നോക്കുകയാണെങ്കിലും it's a consistent thing. So is that a player issue or is that a manager issue? Both. കാരണം നമ്മൾ ഇത്രയും പ്ലേയേഴ്സിനെ പറയുമ്പോൾ മാനേജറെ പറയാതിരിക്കുന്നത് തെറ്റാണ്. കാരണം he is too stubborn. ഈ stubbornness, ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ കളിക്കുന്ന സിസ്റ്റം വെച്ചിട്ട് he can easily substitute Gravenberch at 60 minutes and play Endo. കാരണം
സിറ്റിൻ ചെയ്യാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല ഗ്രേവി. ഇപ്പോഴും കുറച്ച് കയറി പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നല്ലാണ്ട്. സെയിം ടൈം നമ്മൾ ഇത്രയും ഗാക്പോനെ ഓടിക്കുന്നുണ്ട്, ഇത്രയും നമ്മുടെ ഇസാക്കിനെ ഓടിക്കുന്നുണ്ട്. Chiesa can play more. Yeah. സുരഭ പറഞ്ഞോ. ഇപ്പോ ടാക്ടിക്കലി പറയാനത് സ്ട്രൈക്കേഴ്സ് എനിക്ക് കഴിഞ്ഞ നമ്മള് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു ഡിഫൻഡർ, ഒപ്പോസിഷൻ ടീമിന്റെ ഒരു ഡിഫൻഡർ ബോൾ റിസീവ് ചെയ്ത് അയാളുടെ കൺട്രോളിലായി കഴിഞ്ഞിട്ട് ഈ ഇസാക്ക് ഇല്ലാത്ത ശേഷി വെച്ചിട്ട് അവിടം വരെ ചുമ്മാ ഓടിപ്പോയിട്ട് ഒന്നും ഉണ്ടാവാൻ പോണില്ല. ബോൾ അറ്റ്ലീസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഓടാം, ജസ്റ്റ് ഒന്ന് ഒരു കൺട്രോൾ ആവണ വരെ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല, വെറുതെ കിടന്ന് ഓടണ പോലെയും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ടാക്ടിക്കലി അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം വെറുതെ ഓടിക്കഴിഞ്ഞാൽ എനർജി യൂസ് ആവുകയുള്ളൂ, അല്ലാണ്ട് വേറെ അവര് ഓക്കെ അങ്ങോട്ട് ഓടാൻ പറഞ്ഞിട്ടുണ്ട് ഓടി തിരിച്ചു വന്നു, ഇങ്ങോട്ട് ഓടാൻ പറഞ്ഞിട്ടുണ്ട് ഓടി, ആ രീതിയിലാണ്. അല്ലാണ്ട് മറ്റേ പഴയ പോലത്തെ പ്രസ്സിങ് അല്ല. ഒരാള് പ്രസ്സിങ് സ്റ്റാർട്ട് ഇനീഷ്യേറ്റ് ചെയ്യുക, ബാക്കി എല്ലാരും ഒരുമിച്ച് അതേപോലെ ബാക്കി പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യുന്ന ഒരു സംഭവം, അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പ്രസ്സിങ് ആണ് അത് ഉദ്ദേശം എന്നിട്ട്. ഇത് അവര് എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ടുണ്ട്, അത് പോലെ ഓക്കെ ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ എഴുതണ പോലെയാണ് അവര് ഗ്രൗണ്ടിൽ കാണിക്കണമെന്നാണ് നമുക്ക് തോന്നണേ. അത് ആക്ച്വലി ഒരു കണക്കിന് ശരിയാണ്. സല ഇന്നലെ ഇറങ്ങിയതിന് ശേഷം സല ഒരു സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ ഹി ഹാഡ് ടു ആസ്ക് പീപ്പിൾ, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, സംബഡി റൺ ഇറ്റ് ഇൻ ദ അതർ ചാനൽ എന്നുള്ളത്. അല്ലാണ്ട് ആരും പോകുന്നില്ല. ഇപ്പൊ സല പ്രസ് ചെയ്യണമെങ്കിൽ സല മാത്രം പ്രസ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അത് കഴിയുമ്പോഴേക്ക് ഇസാക്ക് പ്രസ് ചെയ്യുന്നു, ഇസാക്ക് തിരിച്ചു വരുന്നു. ആ ഒരു ഡിസ്ജോയിന്റ് ഉണ്ട്. സോ ദിസ് ഇസ് നോട്ട് നെസസറിലി ഓൾ പ്ലേയേഴ്സ്. പ്ലേയേഴ്സ് എനിക്ക് ഇപ്പൊ ഓടാൻ തോന്നുന്നുണ്ട്, ഞാൻ ഓടുന്നു എന്ന് പറയുന്നില്ല. സോ ഇറ്റ് കുഡ് ബി സംതിങ് മാനേജർ ഇസ് ട്രൈയിങ് ടു ഇൻസ്റ്റിൽ. മേ ബി വി ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ് എനിവേസ്. നമുക്ക് കുറെ കാലങ്ങളായിട്ട് മനസ്സിലായിട്ടില്ല. മേ ബി പ്ലേയേഴ്സ് ആർ ഓൾസോ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. ഇതേ പറയുന്നത് തന്നെ ഒരു പോയിന്റും കൂടെ, അതായത് ആ ബിൽഡപ്പ് ഇസ് സോ സ്ലോ. നമ്മൾ ബിൽഡപ്പ് ചെയ്ത് നമ്മൾ ബോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഡിഫൻഡേഴ്സിന് എത്ര ഈസിലി മനസ്സിലാവും. എവറി റീസൈക്ലിംഗ് ഇസ് ഒരേ പാറ്റേൺ. ദർ ഇസ് നോ എലിമെന്റ് ഓഫ് സർപ്രൈസ്, ദർ ഇസ് നോ എലിമെന്റ് ഓഫ് ഒരു ക്വിക്ക് പേസോ അല്ലെങ്കിൽ ഒരു ക്വിക്ക് പാസോ അല്ലെങ്കിൽ ഒരു ത്രൂ ബോളോ ഒന്നുമില്ല. നമ്മുടെ ടീമിനെതിരെ ഓൾ ഓപ്പോസിഷൻ ഹാസ് ടു ഡു ഡിഫെൻഡ് ഡീപ്പ്. ഇൻ ബിഹൈൻഡ് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദേ ക്യാൻ ഡിഫെൻഡ് ലൈക്ക് ഒരു പ്രശ്നമില്ല. കാരണം ബോൾ അവിടെ പോയി ഗ്രേവിന്റെ അടുത്ത് വരുന്നു, ഗ്രേവിന്റെ അടുത്ത് നമുക്ക് തന്നെ ആസ് ഫാൻസ് വി ക്യാൻ പ്രെഡിക്ട് വേഴ്സ് ദ നെക്സ്റ്റ് പാസ്. സൊബോസ് ലൈൻ അടുത്ത് വരുന്നു, സൊബോസ് ലൈൻ നിന്ന് സ്ഥല അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നു, ഉള്ളോട്ട് വരുന്നു, വീണ്ടും അടുത്ത പ്ലെയർ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് വരുന്നു, സൈഡ് മാറ്റുന്നു, അവസാനം ഒരു ക്രോസിൽ അവസാനിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ പ്ലേയേഴ്സിന്റെ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ടഫ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇല്ല. അമ്മാരി പോവാണ്, എല്ലാ കളിയും അവര് തന്നെയാണ് കളിക്കാൻ വരുന്നത്, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ഇടയില് അവരുടെ മെന്റാലിറ്റി ഒന്ന് ആലോചിച്ചു. അപ്പൊ പ്ലേയേഴ്സാണ് ഈ ക്രൗഡിനെ മൊത്തം മുമ്പിൽ കാണിക്കെ അങ്ങോട്ട് കളിക്കണത് അവരാണ്. അപ്പൊ അവരുടെ മെന്റാലിറ്റിയുടെ ഇഷ്യൂ ആക്ച്വലി അവരുടെ മൂഡ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ് ഇപ്പൊ. അപ്പൊ ഈ സീനിയർ പ്ലേയേഴ്സിന് ടു ആൻ എക്സ്റ്റെന്റ് പറയാൻ പറ്റും അവർക്ക് കളി കൺട്രോൾ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഇതൊക്കെ കുറെ കണ്ടക്ടറാണ്, അവർക്ക് ഇതൊക്കെ എന്താ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു 7 കളി അടുപ്പിച്ച് തോക്കുക, ഇത്ര സീനിയർ ഫിഗർ ആണെങ്കിൽ പോലും അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ശരിക്ക് അവർക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടാവില്ല ഒന്നാമത്. നമ്മള് കഴിഞ്ഞ സീസണിലൊക്കെ കാര്യമായിട്ട് പറഞ്ഞു സ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് ടാക്ടിക്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു പ്ലേയേഴ്സിനെ അത് മനസ്സിലാക്കുക എന്നുള്ളത് ഇത്തിരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അവർക്ക് മനസ്സിലാവുണ്ടാവും, ബട്ട് അവർക്ക് അത് ഫുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ടഫാണ് ഇത്. അതെ അതാ ഞാൻ പറയുന്നത്. ഇതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ ഐ തിങ്ക് ലാസ്റ്റ് 2 games സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് ഓൺ വാട്ട് വി ഹവ് സീൻ ഇൻ ദ ലാസ്റ്റ് 2 months. അതാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് എവരിബഡി ക്യാൻ ഹാവ് ദർ ഒപ്പീനിയൻ. ഫാൻസിന് അങ്ങനെ പറയാം, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം കേട്ടോ. നമ്മള് സ്ലോട്ട് ഔട്ട്
ആയിട്ട് പറയുന്നവരെ ഒരിക്കലും ഫാൻസ് പ്രോപ്പർ ഫാൻസ് അല്ല എന്നൊന്നും പറയുന്നില്ല. Everybody has their opinions, and personally I feel that this is not just a manager problem, it's a collective problem from the top. If I am John Henry today, I'm a very angry man, because എൻ്റെ ടീം, ഞാൻ ഓൺ ചെയ്ത ടീം പ്രീമിയർ ലീഗ് ജയിച്ച് നിൽക്കുമ്പോൾ ഞാൻ അപ്പോയിന്റ് ചെയ്ത 2 ആൾക്കാർ അതിലുള്ള 4-5 പ്ലേയേഴ്സിന് വിറ്റ് 500 മില്യൺ ചെലവാക്കിയിട്ട് ഈ ഗതിയായി പറയുമ്പോൾ ആസ് എൻ ഓണർ ഓഫ് ദ ടീം ഹി വിൽ ബി വെരി ആംഗ്രി. കാരണം എൻഡ് ഓഫ് ദ ഡേ ടോപ്പ് 4 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ പ്ലാൻ ഗോസ് ഫോർ എ ടോസ്, ഇൻക്ലൂഡിങ് യുവർ അഡിഡാസ് സ്പോൺസർഷിപ്പ്, ഇൻക്ലൂഡിങ് ബോണസസ്, ഇൻക്ലൂഡിങ് പ്ലെയർ സൈനിങ്സ് ഫോർ ഫ്യൂച്ചർ. കുറെ പ്രോബ്ലംസ് ഉണ്ട് അതിനകത്ത്. ബിക്കോസ് നമ്മുടെ ഒരു പ്ലാൻ വെച്ചിട്ട് വി പ്ലാൻ ഫോർ എ ലോങ് ടേം സക്സസ് അല്ലെ. എനിവേ വി വിൽ മൂവ് ഓൺ ടു അതർ ഗെയിംസ് ഓഫ് ദ വീക്കെൻഡ് ഓഫ് മിഡ് വീക്ക്. ഈ സമയത്ത് ആർസണലിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഐ തിങ്ക് ഞാൻ ഫുൾ മാച്ച് കണ്ടില്ല, ബട്ട് ഇറ്റ് വാസ് എ വെരി പ്രൊഫഷണൽ പെർഫോമൻസ് ഫ്രം വാട്ട് ഐ സോ. ആസ് യൂഷ്വൽ ആർസണലിന് കുറെ ഇഞ്ചുറീസ് ഉണ്ട്. അഗെയിൻ പുതിയ കുറച്ച് ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. ഡെക്ലൻ റൈസ് ഇസ് ഇഞ്ചേർഡ്, ഐ തിങ്ക് സലീബ ഇസ് ഇഞ്ചേർഡ്, ഗ്യോക്കറേസിന് എന്താണെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ they have pulled off another very very good result at home, 2-0 professional performance. എന്താണ് Merino is actually not dissing any Arsenal strikers of that sort, but Merino is even a better run to the box kind of striker than the normal strikers they have. Gyökeres ഒരു എത്ര 10 കളി കളിച്ചില്ല ആദ്യം. He was a striker number 9 of Haaland ആണ് ഞാൻ പറയുന്നില്ല, but ആ ഒരു മോൾഡ്, he is there, ചാൻസ് കിട്ടിയാൽ അടിക്കും. That's how he was. Merino is making things up. ഡിഫൻഡറിന് അവിടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ഓക്കെ ഐ ഡോണ്ട് സീ എനിബഡി ഹിയർ, സോ ഐ ബി എ ബിറ്റ് കാം, ബി എ കമ്പോസ് എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്ക് Merino comes, scores a header and goes. So our ghosting into the box is doing very well, and that's giving a bigger edge for them. They're not conceding goals. ആർസണലിന്റെ വേറൊരു ഇത് നമ്മുടെ സ്ക്വാഡിന്റെ കാര്യം, നല്ല സ്ക്വാഡ് സ്ട്രെങ്ത് ആണ്. അത് നല്ലോണം യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഈ ഡിഫിക്കൽട്ട് ഡിസംബർ പീരീഡ് കണ്ടിന്യൂസ് ഗെയിംസ് വരുന്ന സമയത്ത് സക്കയൊക്കെ റെസ്റ്റ് ചെയ്യിച്ചു. കുറെ നേരം കുറെ മിനിറ്റ്സ് അവർക്ക് കുറച്ച് മിനിറ്റ്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ സ്ക്വാഡ് ഉപയോഗിച്ച് തന്നെ അവർക്ക് ഈ ജയിക്കാനും പറ്റുന്നുണ്ട്, ലീഡ് ഉയർത്താൻ പറ്റുന്നുണ്ട്, ആ മൊമെന്റം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ആർസണലിന് വളരെ ഇമ്പോർട്ടന്റ് ഒരു വിന്നായിരുന്നു. ഇനി ഡിസംബറിൽ അവർക്ക് നല്ല സ്ട്രോങ് ഒരു പൊസിഷനിലാണ് ഓൾറെഡി. ആർസണലിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞു ചെൽസി ക്യാൻ ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പ പൊട്ടി. ആ ഗോൾസ് കാണണമായിരുന്നു, ലീഡ്സ് അടിച്ച 2 ഗോളൊക്കെ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആഴ്ച കാണാൻ ചാൻസ് ഉണ്ട്. അല്ല, അടുത്ത കളി നമുക്ക് ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ടെന്ന്. ചെൽസി അതേ സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡ് നമ്മളും ചെയ്യുന്നുണ്ട്. കാരണം ലീഡ്സ് were not particularly great. അവര് ഓക്കെ നോർമൽ അവരെ റേഞ്ചിലുള്ള കളി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് വെൻ യു ഗിഫ്റ്റ് സംബഡി an open goal of sorts, അവരടിക്കും. അതിപ്പോ അടുത്ത കളി നമുക്ക് കാണല്ലോ, നമുക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കിട്ടില്ല. ഞാൻ ഹൈലൈറ്റ്സ് കണ്ടിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഗെയിം. ഐ മീൻ എക്സ്റ്റൻഡ് ഹൈലൈറ്റ്സ് കണ്ടു. ഇറ്റ് വാസ് എ ഗുഡ് ഗെയിം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റ് ചാലഞ്ചേഴ്സ്, ടോപ്പ് 4 ചാലഞ്ചേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവ്രിബഡി ഈസ് സ്ട്രഗ്ലിംഗ്. വിൽ ടോക്ക് അബൌട്ട് സിറ്റി ഓൾസോ. സിറ്റി ഗെയിം പിന്നെ എന്താ പറയാ, ഇറ്റ് കുഡ് ഹാവ് ബീൻ എ 5-5 or 6-5. അത്രയും കോമഡി ആയിരുന്നു കളി സെക്കൻഡ് ഹാഫ്. വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. നോ, എന്താണ് സ്വരൂപ, ഇതർ പ്രീമിയർ ലീഗിന്റെ ക്വാളിറ്റി കൂടിയതാണോ അതോ ടോപ്പ് ടീംസും ദ ഫോളോവിംഗ് പാക്ക്, അതായത് ആർസണൽ ആർ വേ അഹെഡ് ഓഫ് എവരിബഡി എൽസ് ഇൻ യൂറോപ്പ് ഇറ്റ്സെൽഫ്. നമ്മൾ ഇപ്പം ദേ ആർ ഗോയിങ് ഇൻ ടു വേറെ ട്രജക്ടറി ആണ്. ആർസണൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള സിറ്റി, ലിവർപൂൾ, യുണൈറ്റഡ്, സ്പേഴ്സ്, ന്യൂകാസിൽ, ചെൽസി, ഈ ഒരു ടീംസും അതിന് താഴെ കിടക്കുന്ന പാലസ്, ആസ്റ്റൺ വില്ല, യുവർ ന്യൂകാസിൽ, എവർട്ടൺ, ബോൺമത്ത്, ഇവര് തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല.
അത് നമ്മള് ഇതിനു മുമ്പ് നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ടോപ്പ് ടീംസ് പലതും ട്രാൻസിഷൻ പീരീഡിലാണ്, മറ്റവരാണെങ്കിൽ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോണതാണ്. അല്ലടാ, അങ്ങനെയുള്ളൊരു ഇത് ഈ ടോപ്പ് ടീംസിന്റെ ട്രാൻസിഷൻ ആണോ അതോ അതേഴ്സ് ഹാവ് ആക്ച്വലി ഗോട്ട് ബെറ്റർ? പ്രീമിയർ ലീഗിന്റെ സ്റ്റാൻഡേർഡ് ഒരുപാട് കഴിഞ്ഞ 2 സീസണായിട്ട് നല്ലോണം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ സീസണിൽ അത് ഇത്തിരി കൂടി എക്സ്ട്രീം ആയിട്ടുണ്ട്. കാരണം സന്ദർലാൻഡിനെ പോലെ ഒരു ലീഡ്സിനെയൊക്കെ പോലെ ഉള്ള ടീമുകൾ കയറി വന്നേക്കുന്നത്, ലീഡ്സ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കയറി വന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവര് കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയ സമയത്ത് അവർക്ക് ഹോം ഗ്രൗണ്ടിൽ അത്ര ഇതേപോലെയുള്ള റിസൾട്ട്സ് ഒന്നും ഉണ്ടാവാറില്ല. ബട്ട് അവര് ഹോം ഗ്രൗണ്ടിൽ അത് മീൻസ് പോയിന്റ്സ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതല്ല, സന്ദർലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യാത്ത ആൾക്കാർ വിചാരിക്കുക അവരുടെ കളി 2 കളി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് സ്ഥിരമായിട്ട് പ്രീമിയർ ലീഗിൽ കളിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ക്വാളിറ്റി അത്ര നല്ലതാണ്. ഇതൊക്കെ കാണുമ്പോൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ കുറച്ചും കൂടി നമുക്ക് നോക്കേണ്ടി വരുന്നുള്ളൂ. കാരണം അവിടെ എങ്ങനെയാണ് ഇത് ഫുൾ ഓഫ് ചെയ്യണേ, അവർക്ക് മാച്ച് കൂടുതലാണ് പറയുമ്പോ, പക്ഷെ സ്റ്റിൽ അത് പ്രീമിയർ ലീഗിൽ കൊണ്ടുവരുന്നത് സ്റ്റാൻഡേർഡ് ഇപ്പൊ ഓക്കെ എല്ലാം ഒരേപോലെ കയറി തുടങ്ങിയോന്നുള്ളതാണ്. മിഡ്ഫീൽഡേഴ്സ് നല്ല അതെ, വുൾസ് ഞാൻ പറയുകയാണെങ്കിൽ വുൾസ് ഒഴികെ ബാക്കി എല്ലാ ടീമുകൾക്കും മറ്റു ടീമുകളെ തോൽപ്പിക്കാൻ പറ്റും. വുൾസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 19 ടീമുകൾ ആർക്ക് വേണമെങ്കിലും ആരെയും തോൽപ്പിക്കാം. അതാണ് ഇപ്പോ ലീഗിന്റെ അവസ്ഥ. 2-3 വർഷമായിട്ട് ബേസിക്കലി പ്രൊമോട്ട് ആവുന്നു, റെലിഗേറ്റ് ആവുന്നു. അത് ആ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഈ സീസൺ സണ്ടർലാൻഡ് ഇസ് ബ്രേക്കിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. അവര് ഓൾമോസ്റ്റ് എത്തും. അവർ ആഫ്കോൺ വരുമ്പോൾ ചെറിയൊരു ഇഷ്യൂ വരാനുണ്ട്. ഓൾമോസ്റ്റ് 8 to 9 players ആർ ഗോയിങ് ഔട്ട്. ഫസ്റ്റ് ടീമിന്റെ പകുതിയോളം പോവും, ബെഞ്ചിലുള്ള 3 പോവും. ആ ഒരു അവസ്ഥയിലാണ് അവർക്കുള്ളത്. സോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ആൻ ഇഷ്യൂ. ബട്ട് സ്റ്റിൽ അവർ ദേ ആർ ഇൻ എ മോർ സേഫർ സിറ്റുവേഷൻ. ലീഡ്സ് ആണെന്നുണ്ടെങ്കിലും ഇഫ് ദേ ഗെറ്റ് എ റൺ ഓഫ് ലെറ്റ്സ് സേ 5-6 ഗെയിംസ്, അവർ അടുപ്പിച്ച ഗെയിം കിട്ടിയാൽ ദേ ക്യാൻ ബി എബവ് എ ക്ലിയർ റിലേഷൻ സോണിൽ എടുക്കാം. So our quality they have this year compared to what happened in the last seasons. A couple of seasons അല്ലെങ്കിൽ ഒരു 3-4 സീസൺ വരെ it was the same issue. അവർ കയറുന്നു, ക്വാളിറ്റി the gap is too high, തിരിച്ചു പോകുന്നു. ഞാൻ റെലഗേഷൻ ടീം അല്ല ആക്ച്വലി പറയുന്നത്. ഞാൻ ടോക്കിംഗ് അബൌട്ട് മിഡ് ടേബിൾ ടീംസ് ബീയിങ് ഓൺ പാർ വിത്ത് ട്രഡീഷണൽ ടോപ്പ് 4 ടീംസ്. ട്രഡീഷണൽ ടോപ്പ് 4 ടീംസിൽ ആർസണൽ അല്ലാത്ത എല്ലാവരും ഇറ്റ്സ് എ ട്രാൻസിഷൻ. ചെൽസി ഇസ് എ ഫോറെവർ ട്രാൻസിഷൻ. അയാൾ വന്നതിന് ശേഷം ഇറ്റ്സ് എ ഫോറെവർ ട്രാൻസിഷൻ. അവർക്ക് എല്ലാ സീസണും അങ്ങനെ തന്നെയാണ്. സിറ്റി ആയാലും ലിവർപൂൾ ആയാലും വി സൈൻഡ് ഇറ്റ്, വി തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫ്രം ലാസ്റ്റ് സീസൺ. ദാറ്റ് ഹാസ് നോട്ട് ഹാപ്പൻഡ് വാട്ട് എവർ റീസൺ ഇറ്റ് ബി. സിറ്റി ആയാലും ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി ഇൻ സിങ്ക്. റോഡ്രി ആയിരുന്നവരെ എല്ലാം നടുവില്, ആൻഡ് ഹീസ് ഗോൺ. They have tried to sign with Nico Gonzalez, didn't work out that much. അത് കഴിഞ്ഞിപ്പം റേഞ്ചേഴ്സിനെ സൈൻ ചെയ്തു. ഇറ്റ്സ് സ്റ്റിൽ നോട്ട് വർക്കിംഗ് ദാറ്റ് ഗ്രേറ്റ്. അപ്പോൾ അവർ ദേ ആർ ട്രൈങ് ടു ട്വീക്ക് സംതിങ്. ചിലപ്പോൾ വർക്ക് ആവും, ചിലപ്പോൾ വർക്ക് ആവുന്നില്ല. പെപ് ഗാർഡിയോള, ഐ ഡോണ്ട് നോ when was the last time he conceded 4 goals in the City colours. So it's not clearly working everything for him. അപ്പം ആ ഒരു ട്രാൻസിഷൻ ഉണ്ട് എല്ലാവർക്കും. സോ അത് വെച്ച് നോക്കുമ്പോൾ other teams are just being there where they used to be. ട്രാൻസിഷൻ മാത്രമല്ല, ഇപ്പൊ മറ്റു ടീംസിന്റെ നോക്കുമ്പോ ട്രാൻസിഷൻ ഇപ്പൊ ക്രിസ്റ്റൽ പാലസ് അവിടെ ട്രാൻസിഷൻ അല്ല, അവിടെ കണ്ടിന്യൂസ് ഗ്ലാസ് തന്നെയാണ്. വില്ലയിൽ ആ പ്രശ്നമില്ല, വില്ല കണ്ടിന്യൂസ് ഒരേ മാനേജറാണ്. ബ്രൈറ്റൺ അങ്ങനെ ഒരു ട്രാൻസിഷന്റെ പ്രശ്നമില്ല, അവർക്കും പറഞ്ഞ പോലെ ആരെയും വേണമെങ്കിൽ തോൽക്കാം. ന്യൂ കാസിൽ അവിടെ ട്രാൻസിഷൻ അല്ല, അവിടെ എഡി തന്നെയാണ് ഇത്രയും ഇതായിട്ട് കുറച്ചു കാലമായിട്ട് മാനേജർ. അപ്പൊ അവിടെ ഒന്നും അങ്ങനെയല്ല, അവര് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ എപ്പോ വേണമെങ്കിലും ടോപ്പ് ടീംസിനെ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അവര് സെറ്റ് ആണ് ഓൾറെഡി. ട്രാൻസിഷനിൽ ഈ പറഞ്ഞ ഇത് തന്നെ ഒരു പക്ഷേ നോട്ടിംഗ്ഹാം അവര് മാനേജറെ മാറ്റിയില്ലായിരുന്നെങ്കിൽ അവരും ഇതേപോലെ തന്നെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയേനെ. ഓക്കെ, ഇപ്പൊ നമ്മള് നെക്സ്റ്റ് ഗെയിംസ് ആർ കമ്മിങ് ഫാസ്റ്റ്. ക്രിസ്മസ് ആണ്. ലീഡ്സിന്റെ കേസ് പറയുമ്പോണ്ടല്ലോ, FPL നമ്മള്
മിക്കവാറും നോക്കിയായിരുന്നതാണ്. ലീഡ്സിന്റെ ടഫ് പീരീഡ് എന്ന് പറഞ്ഞിരുന്നത് സിറ്റിയുടെ അടുത്ത് അവര് 2 ഗോൾ അടിച്ചു, 3-2 തോറ്റെ. അത് കഴിഞ്ഞിട്ട് ചെൽസി ആയിട്ട് ജയിച്ചു. ഇനി അടുത്ത ലിവർപൂളായിട്ട്. ടഫ് പീരീഡിൽ നല്ലൊരു റിസൾട്ട്, 3 പോയിന്റ്സും കിട്ടി. മോശമില്ലാത്ത കളികളും വന്നു എന്നുള്ളതാണ്. അത് കയറി വന്നൊരു ടീമാണ്. അത് അവർക്ക് അത് ഭയങ്കര പോസിറ്റീവാണ്. ഇതൊക്കെ മതി അവർക്ക് പ്രീമിയർ ലീഗിൽ കണ്ടിന്യൂ ചെയ്യാൻ. ഈ ഫോം മതി. അത് ആക്ച്വലി ഒരു മാറ്റമാണ് കമ്പയർഡ് ടു ലാസ്റ്റ് സീസൺ. എന്താ വെച്ചാല് യൂഷ്വലി വെൻ എ ബിഗർ ടീം കംസ് ടു ദിയർ അവരുടെ ഹോം ടീമിലേക്ക് വരാണ്, ദേ യൂസ് ടു സ്റ്റാർട്ട് സ്ലോ. ഒരു എന്താ പറയുക, കൺസർവേറ്റീവ് ആയിട്ട് നോക്കാം, കളി എങ്ങനെയെങ്കിലും തോക്കാണ്ട് നിൽക്കാം എന്നുള്ളത്. ദിസ് സീസൺ ഇറ്റ് ലുക്സ് ലൈക്ക് എന്തായാലും പൊട്ടും, സോ ലെറ്റ്സ് ട്രൈ ആൻഡ് അറ്റാക്ക്. ആ ഒരു മോഡിലാണ് പലരും ഉള്ളത്. സണ്ടർലാൻഡ് ആയാലും ലീഡ്സ് ആയാലും വെൻ ദേ ആർ देयर ഹോം ദേ ആർ അറ്റാക്കിംഗ്. കൂടിപ്പോയാൽ എന്തായാലും നോക്കും, എന്തായാലും കൺസർവേഷൻ ആയാലും നോക്കുമല്ലോ. അല്ല, ലീഡ്സിന്റെ കഴിഞ്ഞ പ്രാവശ്യം പ്രീമിയർ ലീഗിൽ വന്നപ്പോ ഈ മെന്റാലിറ്റി ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസീഡ് ചെയ്യുന്ന ഞാൻ അറ്റാക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നോക്കുമ്പോ ഇത്തിരി കൂടി ഭേദമാണ്. അവര് ഇത്തിരി കൂടി ഡിഫെൻസീവ്ലി ഇത്തിരിയും കൂടി മീൻസ് ഇപ്പൊ നല്ലതാണെന്നല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ലോണം മാറിയിട്ടുണ്ട്. പണ്ട് മറ്റേ നിങ്ങൾ 4 അടിച്ചാൽ ഞങ്ങള് തിരിച്ചടിക്കും എന്നുള്ള ആയത്തിട്ടായിരുന്നോ? അല്ല, നമ്മുടെ കാര്യം പറയുമ്പോ നമ്മുടെ എന്താണ് ലൈനപ്പ്? സല സ്റ്റാർട്ട് ചെയ്യും ഫോർ ഷുവർ. അതല്ലാതെ ചേഞ്ച് നോ സല, നോ സല സിറ്റിംഗ്. അല്ല, നമ്മുടെ സ്വരൂപിന്റെ എക്സ്പ്രഷൻ പ്രൊഡ്യൂസർ മീം ആക്കിയിട്ട് നമ്മുടെ പേജിൽ ഇടുന്നുണ്ടോ? അല്ല, സല ഇനി ഒരു കളിയിട്ട് 1-2 കളിയിട്ടില്ലല്ലോ, ആള് പോവല്ലേ. ഡിസംബർ 15 ബ്രൈറ്റൺ മാച്ച് കഴിഞ്ഞാൽ പോകും. സല കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇസാക്ക് ഹാസ് പ്ലേഡ് 90 minutes കളിച്ചിട്ടില്ലാന്നുണ്ടെങ്കിലും മോർ ഓർ ലെസ് എവരിതിങ് ഹി പ്ലേഡ്. കിറ്റിക്ക് ഈസ് സ്റ്റിൽ നോട്ട് ദാറ്റ് ഫുള്ളി ഫിറ്റ് യെറ്റ്, സോ സല ഹാസ് ടു സ്റ്റാർട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും വി ആർ ഇൻവൈറ്റിംഗ് അനദർ ഇഞ്ചുറി. സോ സല ഡെഫിനറ്റ്ലി വിൽ സ്റ്റാർട്ട് ദർ. ഗോമസും ഐ എം നോട്ട് ഷുവർ 3 കളി അടുപ്പിച്ച് കളിക്കാൻ പറ്റാനുള്ള ആ ഒരു ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളത്. ടച്ച് ആൻഡ് ഗോ എന്നാണ് പറഞ്ഞത്. ഹി ഈസ് ഫിറ്റ്, ഹി ഹാസ് ബീൻ ട്രെയിനിങ്. നമ്മൾ റഷ് ചെയ്യാൻ ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ കാരണം ഗോമസ് ആയിട്ടോ 3 കളി കളിപ്പിക്കുമെന്നുള്ളത്. കളിപ്പിക്കുമായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ്. ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് റൈറ്റ് നൗ വാട്ട് വി ഹാവ് വിത്ത് ഗോമസ്. അത് വി ഷുഡ് മെയിൻറ്റെയിൻ. ബട്ട് ഫിറ്റ്നസിനനുസരിച്ചിരിക്കും എല്ലാ ചേഞ്ചസും. എനിക്ക് തോന്നുന്നില്ല സല സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സല സ്റ്റാർട്ട് ചെയ്യില്ല. റോബർട്ട്സൺ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കേർട്ടിസ് എന്തായാലും ഇനി സ്റ്റാർട്ട് ചെയ്യും. മെക്കാലിസ്റ്ററിനെ I think Curtis has to be a starter ahead of McAllister regardless of what McAllister plays or not, like fit or not. കാരണം Curtis offers more than McAllister at the moment. കേർട്ടിസ് കാരണം നമ്മുടെ ഇപ്പൊ പോക്കാഞ്ഞ കഴിഞ്ഞ കളി ഗോള് വന്നതായാലും കേർട്ടിസിന്റെ അല്ല, റൈറ്റ് ബാക്ക് കളിച്ചിട്ടല്ലേ. അതെ അതെ മെന്റാലിറ്റി പറഞ്ഞതാ. പക്ഷെ if we can play Curtis, Gravenberch, Szoboszlai, Wirtz, Gakpo, വേറെ ആരുമില്ല, സല, എക്കിറ്റിക്ക്, I think that would be what I would be starting. ഒന്ന് കുറയ്ക്കണം. ഇല്ലടാ, 12 പേരായോ? സലയെ കുറച്ചാൽ മതി. സല ഉണ്ടാവില്ല എന്തായാലും. ഗ്രേവി, സോബോസ്ലൈ, കേർട്ടിസ്, വേർഡ്സ് 4 ആയില്ലേ? പിന്നെ 2 പറ്റും അതിന് മുന്നില്. സല ആൻഡ് എക്കിറ്റിക്ക്. ഗാക്പോ സ്ലോട്ടിന് ഗാക്പോ ഇല്ലാണ്ട് പറ്റും. ചിലപ്പോ കിയസ് സ്റ്റാർട്ട് ചെയ്യിക്കുവോ? അതാണ് ബിഗ് ക്വസ്റ്റ്യൻ. കിയസ് ഇത്രയൊക്കെ പണിയെടുത്തിട്ടു. ബൈ മെറിറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാലം കഴിഞ്ഞ്. അതെ അതെ അതെ. ഈ റിയോ ഗാക്പോനും സല, എക്കിറ്റിക്ക് എല്ലാരും ഒരുമിച്ച് പുറത്തു പോയാൽ ചിലപ്പോ കളിച്ചാൽ. അപ്പോഴും ഞാൻ റിയോനെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ല, എനിക്ക് അത് തെറ്റി. ഈ 12 പേരായതിന്റെ സത്യം ഈ സുധി പറഞ്ഞ പോലെ നമ്മളിപ്പോ ലൈനപ്പിൽ സല ഫിറ്റ് ആവുന്നില്ല. If you are playing 3 proper midfield, 1 number 9 and a number 10,
There is no space for Salah. അതാണ് കാരണം ഇപ്പുറത്ത് ഗാക്പോ കളിക്കും. ഇനി അപ്പുറത്ത് ലെഫ്റ്റ് വിങ് നമ്പർ 10 ആയിട്ട് വേർഡ്സ് കളിച്ചു കഴിഞ്ഞാൽ സലേനെ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളിച്ച പോലെ കളിപ്പിക്കാവുന്നതാണ്. ബട്ട് സലേ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യിക്കാനായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും ഈ കളിയിൽ ഉണ്ടായിട്ടില്ല. അതെ, അത്രയും മോശം പെർഫോമൻസ് ആയിരുന്നു. ചാൻസ് ഇല്ല, കളിക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, സോ ആലിസൺ, I think Bradley will play. Konate, Van Dijk, I think Kerkez will play. Gravenberch, Jones, Szoboszlai, Gakpo, Wirtz, Ekitike അല്ലേ? Ekitike is not fit. Isak is also not really fit. അതുകൊണ്ടാണ് I think Salah plays there. കുറച്ച് മിനിറ്റ്സ് കളിക്കാക്കിട്ടേക്ക് കുഴപ്പമുണ്ടാവില്ല. വന്ന് കളിച്ചു തുടങ്ങിയില്ലേ, ഒരു 60 മിനിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 3 games in a row Salah ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Salah is gone. ഞാൻ ഫിക്സ്റ്റേഴ്സ് നോക്കിയായിരുന്നു. ഇനിയിപ്പോ ഈ കളി കഴിഞ്ഞ് കഴിഞ്ഞാ ഒരു ഹോം മാച്ചാ ബ്രൈറ്റൺ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോ മറ്റേ തിരിച്ചു വരുമ്പോഴേക്കും ജനുവരി ട്രാൻസ്ഫർ ഉണ്ടാവും. നേരെ ആഫ്രിക്കയിൽ ചെല്ലും, ആഫ്രിക്കയിൽ നിന്ന് നേരെ ഗൾഫിലേക്ക് അല്ലേ, സൗദിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവില്ല. ലാസ്റ്റ് സ്റ്റാർട്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത് ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു. Anyway, I think ഈ വീക്കെൻഡ് ആക്ച്വലി we have some good games. Arsenal is traveling to. Okay, prediction പറഞ്ഞു. ഇനിയിപ്പോ അത് കൂടി ആയിട്ട് നമുക്ക് നിർത്താം. അതും കൂടിയാണ് കഴിക്കാതെ പ്രഡിക്ഷന്റെ പണിയും കൂടി കഴിക്കാം. ലീഡ്സിന്റെ നമ്മൾ ജയിക്കും തന്നെയാണ് പറയുന്നത്. ആരിസൺ ആണ് നമുക്ക് ഒരു ടഫ് ഒരു കോമ്പറ്റേറ്റീവ് മിഡ്ഫീൽഡ് ഉണ്ടല്ലോ, അയാള് ഭയങ്കര പ്രസിംഗ് ആണ്, അയാളുടെ ഭയങ്കര പ്രസൻസ് ആണ്. നമ്മുടെ മിഡ്ഫീൽഡിനെ അവര് എങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ജയിക്കാം. ഇത് 3-1 നമ്മള് ജയിക്കും. 1-3 കറക്റ്റ് ചെയ്തു 1-3 2-1 ദേവിൻ. നമ്മൾ സ്വയം കൂടിയതുകൊണ്ട് ഈ കണക്ക് വെച്ചിട്ട് ഐ മീൻ ഇനീഷ്യലി ഇറ്റ് വാസ് ജസ്റ്റ് കൊണാറ്റെ, ഇപ്പം ബേസിക്കലി ഇറ്റ്സ് സ്പ്രെഡ് അക്രോസ് എവരിവെയർ. അവർക്ക് അടിക്കാനുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും. 0-2 ഓക്കെ, സോ ഇത് എഴുതി വെക്കണ്ട ആരെങ്കിലും അടുത്ത. What about Villa Arsenal? I think Villa Arsenal will be. I think Arsenal will drop points again. I'm not saying that they will not win the league. Away. Okay. But I think there is a chance. എലിയറ്റിന്റെ കാര്യം പിന്നെ പറഞ്ഞ കാര്യമൊന്നുമില്ല. എലിയറ്റ് തിരിച്ചു വരും. സല പോവാണെങ്കിൽ എലിയറ്റ് അവിടെ തിരിച്ചു വന്നാലോ. അതെ. Next City Sunderland will be a good game and I think എന്താണ് വില്ല ആർസണൽ സ്വരൂപം എന്താണ്? വില്ല ആഴ്സണൽ സുഖമായിട്ട് കഴിക്കുന്നുണ്ട്. ആഴ്സണൽ സുഖമായിട്ട് കഴിക്കും. 0-2 ഡ്രോ ആയിരിക്കും മോസ്റ്റ്ലി 1-1 കൈൻഡ് ഓഫ് ഡ്രോ ആവാനുള്ള ചാൻസ് എനിക്ക് ഡ്രോ ആണ് എന്റെ ഒരു പ്രതീക്ഷ. അതെ, പക്ഷെ അത് ആർസണൽ നല്ല റിസൾട്ട് ആയിരിക്കും. City Sunderland again going for a draw. City Sunderland ഞാൻ ഇത്തിരി കൂടി ഹോപ്പ് വെക്കുന്നു. അത് സിറ്റി അത്ര ഈസി ആയിട്ട് ജയിക്കാൻ ചാൻസ് ഇല്ല. സിറ്റി സൺഡർലാൻഡ് സിറ്റി ജയിക്കും 2-1 സിറ്റി സംതിങ് ലൈക്ക് ദാറ്റ്. ക്ലീൻ ഷീറ്റ് ഒന്നും വെക്കാൻ ചാൻസ് ഞാൻ കാണുന്നില്ല, ബട്ട് 2-1 3-2 കൈൻഡ് ഓഫ് ഗെയിം. I think it will be a 1-1. What about Bournemouth Chelsea? Chelsea കഴിഞ്ഞ കളി തോറ്റു, അപ്പോൾ അടുത്ത കളി ജയിക്കും. മോശം ഫോമിലാണ്. ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിക്കേണ്ടതാണ്. ആക്ച്വലി ബോൺമത്തിന്റെ ഫോം ഹാസ് ബീൻ ആസ് ബാഡ് ആസ് ആർസ്. നേരന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സെമന്യു എപ്പോ നമ്മളായിട്ട് ലിങ്ക് വന്നോ അയാളോടുകൂടി അയാൾ തീർന്ന പോലെ.
മൊത്തം പോയി. അതിപ്പോ നമ്മളുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും ആ ഒരു അവസ്ഥയാണല്ലോ. ട്രെൻഡ് അവിടെ പരിക്കുറ്റി കിടക്കുന്നു, സെവന്യ ലിങ്ക് ആവുന്നു, അത് മുതൽ പോയി. അതെ അതെ അതെ. മാച്ച് എനിക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റണില്ല. ബോർണ്മൗത്ത് ചെൽസി. I think Bournemouth will win. ചെൽസി ഈ രണ്ട് കളി start playing well. Bournemouth has to start winning, of course. Yeah. അതെ. നെക്സ്റ്റ് സുദീപിന്റെ ടീം അവരുടെ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്നാലും വുൾഫ്സ് യുണൈറ്റഡ്. ഐ തിങ്ക് ഇഫ് യുണൈറ്റഡ് ലൂസസ് ഗെയിം യുണൈറ്റഡിനെ പച്ചത്തറി വിളിക്കണ്ടേ. സുദീപിന് പറഞ്ഞോണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് മാറി പറഞ്ഞതാ. സോറി യുണൈറ്റഡിന്റെ ഏറ്റവും ബെസ്റ്റ് ഫിക്സ്ചർ ആണിത്. വൂൾസിനെ തോൽപ്പിക്കാത്ത ആരുമില്ല. അതിന്റെ മുന്നേ ഇന്നൊരു കളിയുണ്ട്. അല്ല ഇതിലെ അവർക്ക് നല്ല റണ്ണാ. വെസ്റ്റ് ഹാമും തോൽപ്പിക്കാൻ ഈസിയാണ്, മറ്റേ വുൾഫ്സും ഈസിയാണ്. 6 points ആണ് അവർക്ക് ഇതിനകത്ത് നിന്ന് കിട്ടേണ്ടത്. അല്ല വേറെ കേസ് ഉണ്ട് കേട്ടോ. വുൾഫ്സിന്റെ പുതിയ മാനേജർ വന്ന ശേഷം അവർ അത്രയധികം ഗോള് കൺസീഡ് ചെയ്യണില്ല. കഴിഞ്ഞ മാച്ചുകളിലൊക്കെ അവർ കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ടുണ്ട്. ലാർസൺ ചിലപ്പം സമ്മറിൽ പോകണ്ട. ഹി ക്യാൻ ഗോ ടു എനി ടീം ഹി വാണ്ട്സ്. അവിടെ വെറുതെ നിന്നിട്ട് റെലഗേഷൻ ആയിട്ട് ഒരു കാര്യമില്ല. നമ്മള് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോന്റെ പരിപാടി നോക്കണ്ടേ? പിന്നെ വേണം. ഇപ്പൊ തന്നെ നമ്മളിപ്പോ തന്നെ ഇതില് ചില ട്രാൻസ്ഫേഴ്സിന്റെ കാര്യം വെറുതെ സൂചിപ്പിച്ച് തന്നെ പോയി. ട്രാൻസ്ഫർ സീസണിലേക്ക് കിടക്കുക. ഒരു കാര്യമുണ്ട്, നമ്മള് സീസണിൽ മോശമായിരുന്നെങ്കിലും നമ്മള് ട്രാൻസ്ഫർ വിൻഡോ ജയിച്ച ഒരു വിൻഡോ അല്ലേ, ട്രാൻസ്ഫർ വിൻഡോ നമ്മളാണ് ജയിച്ചത്. വിന്ററും നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. വിന്ററും ജയിക്കും. ഈ പോക്ക് പോയാൽ നമുക്ക് നല്ല സെയിൽസിന് സ്കോപ്പ് ഉണ്ട്. സല, കിയേസ മാത്രല്ല ഇത്തവണ നമ്മൾ മാത്രമേ ആവില്ല കേട്ടോ ആക്റ്റീവ് ആവുക ട്രാൻസ്ഫർ വിൻഡോയില്. കാര്യം അടുത്ത സമ്മറില് എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് വരാൻ പോകുന്നുണ്ട് ട്രാൻസ്ഫേഴ്സിന്. എല്ലാ ടീമുകളും കൂടി എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ക്ലബ്സും കുറെ പേര് കൂടുതൽ ആൾക്കാർ അഗ്രി ചെയ്തിട്ടുണ്ട്. ഇത്ര എമൗണ്ടിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ലെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവാറും അതിനു മുമ്പ് അത് പ്രാബല്യത്തിൽ പറഞ്ഞു വിന്ററിൽ പരമാവധി പ്ലേയേഴ്സിനൊക്കെ മേടിക്കാനുള്ള സാധ്യത പല ക്ലബ്സിനും ഉണ്ട്. എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് വിൻഡോ ആയിരിക്കും. നമുക്ക് വിന്ററിൽ ഈ ട്രാൻസ്ഫർ വിൻഡോന്റെ സ്പെഷ്യൽ എപ്പിസോഡ്സ് ഒക്കെ ചെയ്ത് അതിനെ കുറിച്ചൊക്കെ പറയാവുന്നതാണ്. യുണൈറ്റഡിന്റെ മാച്ചിന്റെ ലൈനപ്പ് കണ്ടോ? അവരുടെ ഡിഫെൻസീവ് നമ്മുടെ എപ്പിസോഡ് വരുമ്പോഴേക്കേ ഇതൊക്കെ മാച്ചൊക്കെ കഴിഞ്ഞാൽ അപ്പൊ അതില് വലിയ കഥയില്ല, നമ്മളത് പറയണില്ല. എനിവേ ഐ തിങ്ക് വി കവേർഡ് ഓൾമോസ്റ്റ് എവറിത്തിങ്. നമ്മുടെ ഫ്രസ്ട്രേഷൻസും സാധനങ്ങളൊക്കെ പറഞ്ഞു തോന്നുന്നു. എനിവേ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡെങ്കിലും വീണ്ടും ഒരു വിന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. നമ്മുടെ ഈ പോഡ്കാസ്റ്റിന്റെ കൂടെ തന്നെ വി ആർ പ്ലാനിങ് മിഡ് വീക്ക് ഷോസ്, അതർ കൈൻഡ്സ് ഓഫ് വേറെ ഫോർമാറ്റിൽ കുറെ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ, നിങ്ങളിത് ഷെയർ ചെയ്യൂ. നമ്മുടെ അത് ലിവർപൂൾ ഫാൻസ് അല്ലാത്തവർക്കും വേണ്ടി. കാരണം നമ്മൾ ഒരുപാട് ഇരുന്നിട്ട് യുണൈറ്റഡിനെയും ആർസണലിനെയും പുകഴ്ത്തുന്നവരാണ്. അപ്പോ നിങ്ങൾക്ക് അവർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോ ഓൺ ദാറ്റ് നോട്ട് സ്വരൂപ് ആസ് യൂഷ്വൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു മെസ്സേജ് കൊടുത്ത് ഫാൻസിനൊന്ന് ഉഷാറായി. ശരിക്കും എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ഉറക്കത്തിലാണ് എണീറ്റ് വന്നിരുന്നു പോഡ്കാസ്റ്റിന്. ഇപ്പൊ നമ്മള് കുറച്ചു നേരം നമ്മുടെ അവസ്ഥയെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറക്കം പോയി. ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. നീ യുണൈറ്റഡ് കളി കാണാൻ ഇതൊന്നുമല്ല. നമ്മളെ കളി കളിക്കുന്ന സമയത്ത് കിടന്നുറങ്ങിയിട്ട് യുണൈറ്റഡ് കളി ആകുമ്പോഴേക്കും വേഗം ഉറങ്ങി എണീറ്റ് സെറ്റായി വെക്കുകയാണ്. ശരിക്കും ഈ കളി കാണുന്നുണ്ട്. ഈ രാത്രി ആയതുകൊണ്ടാ യുണൈറ്റഡ് തോക്കാൻ ചാൻസ് ഉള്ള ഒരു ലൈനപ്പ് കാണുന്നുണ്ട്. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും കാണുന്നുണ്ട്. സുദീപ് അടുത്ത എപ്പിസോഡ് ഉണ്ടാവോ? തിരക്കാൻ തോന്നുന്നു അല്ലേ?
അടുത്ത എപ്പിസോഡ് തിരക്കാവാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും എന്തെങ്കിലും സാധ്യത കാണുകയാണെങ്കിൽ ഞാൻ ഓടിപ്പടഞ്ഞ് കേറാൻ നോക്കും. മിക്കവാറും നമുക്ക് വേറെ ഗണേശ് ആയിരിക്കും മിക്കവാറും ഇല്ലെങ്കിൽ ഇതിൽ അപ്പിയർ ചെയ്യാൻ സാധ്യത. ഗണേഷ് ലിവർപൂളിന് വേണ്ടി ശബരിമലയിൽ തേങ്ങ ഉടക്കാൻ പോയിരിക്കുകയാണ്. നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള വീക്കില് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോവാണെങ്കിലും ഞാൻ നമ്മുടെ ഷോയ്ക്കൊക്കെ ഞാൻ എന്തായാലും എത്താൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്വരൂപിന് ഉറങ്ങാൻ വിടാം. സീക്രട്ട്ലി യുണൈറ്റഡ് മാച്ച് കാണട്ടെ. ബാക്കി വിൽ സീ യു ഓൺ മൺഡേ വിത്ത് hopefully another away win, back to top 4 hopefully.